ഉപനിഷത്തിൽ പറയുന്ന മറ്റൊരു ഹൈറാർക്കി നമുക്ക് നോക്കാം. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, എന്തോ ഒരു ഓർഡറിലുള്ള സംഭവമാണ്. ശരിയാണ്. ഉപനിഷത്തിൽ ഇനിയും കുറച്ചും കൂടെ വേറൊരു തലത്തിലുള്ളൊരു സംസാരമുണ്ട്, അത് നമുക്ക് നോക്കാം. അതായത് എല്ലാത്തിൻ്റെയും ലോവസ്റ്റ് ലെവൽ എന്ന് പറയുമ്പം മാറ്റർ അല്ലെങ്കിൽ അന്നമയ എന്നാണ് അവർ പറയുന്നത്. എല്ലാത്തിൻ്റെയും ലോവസ്റ്റ് ലെവലാണ് മാറ്റർ അല്ലെങ്കിൽ അന്നമയ. ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ലൈഫാണ്. എല്ലാ സ്റ്റേറ്റിൻ്റെയും അതായത് കണികകൾ, അത് കഴിഞ്ഞ് ഏറ്റവും ഹയസ്റ്റ് സ്റ്റേറ്റ് എന്താണ്? ലൈഫാണ്. ഇനി അതിന് നമ്മൾ പ്രാണമയ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത് ഇവല്യൂഷനിലെ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ആനിമൽസ് അല്ലെ വെജിറ്റബിൾ ലൈഫ്, ജീവനെന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ്. അപ്പോൾ അത് പ്രാണമയ. അപ്പോൾ ബേസിക് എന്ന് ഉദ്ദേശിക്കുന്ന മാറ്ററാണ്, കണികകളെന്ന് നമുക്ക് വേണേൽ പറയാം. ബയോളജിക്കലി നമ്മൾ പറയണേ ബയോമോളിക്യൂൾസ് എന്നൊക്കെ പറയാം. അന്നമയ ഹയസ്റ്റ് സ്റ്റേറ്റോ ലൈഫാണ്. അത് ആനിമൽസ് ആയിക്കോട്ടെ പ്ലാന്റ്സ് ആയിക്കോട്ടെ എന്തും, അതിന് പ്രാണമയ എന്ന് പറയുന്നു. ഇനിയും വേറൊരെണ്ണം വരുന്നത് അത് മനസ്സിനെ കുറിച്ചാണ്, നമ്മളുടെ പെർസെപ്ഷനെ കുറിച്ചും കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും ഒക്കെയാണ്. അതാണ് മനോമയ എന്ന് പറയുന്നത്. ഇനി മറ്റൊരെണ്ണമുണ്ട് വിജ്ഞാനമയ എന്ന് പറയും. അപ്പം ഈ മനോമയ എന്ന് പറയുമ്പോൾ, മനസ്സെന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ മനുഷ്യന് മനസ്സുണ്ട്, ചിന്തകളുണ്ട്. അപ്പം നമ്മളൊക്കെ ചുറ്റും ഒന്ന് നോക്കിയാൽ നമുക്ക് പെറ്റിനെയൊക്കെ വളർത്തുന്ന മനുഷ്യരാണെങ്കിൽ കാണാം ഒരുപാട് സ്വഭാവങ്ങൾ അവർക്ക് നമ്മളെപ്പോലെ ഉണ്ടല്ലോ. സ്നേഹമുണ്ട്, നമ്മളോട് കെയറുണ്ട്. അപ്പം ഈ വികാരങ്ങളെല്ലാം തന്നെ അവർക്കും ഉണ്ട്. അപ്പം അതുകൊണ്ട് മനോമയ എന്നൊരു സ്റ്റേജ് ഉപനിഷത്ത് അനുസരിച്ച് പറയുമ്പോൾ എന്താണ്? മറ്റ് ജീവികളുമായിട്ട് മനുഷ്യൻ സമാനമായി അല്ലെ മറ്റു ജീവികളുമായി പങ്കിടുന്നൊരു അവസ്ഥ തന്നെയാണ്. എന്നാൽ അടുത്തൊരവസ്ഥയുണ്ട് വിജ്ഞാനമയ എന്ന് പറയും. അതായത് ചിന്തിക്കാനുള്ള ശേഷി, ബുദ്ധി, അത് ജീവികൾക്കില്ല എന്ന് പറയുന്നില്ല, എങ്കിലും മനുഷ്യനൊരല്പം കൂടുതൽ തന്നെയാണ്, ആണല്ലോ. അപ്പം അത് വേദങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും അത് മനുഷ്യൻ്റെ ഒരു മോണോപോളിയാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മളിപ്പോൾ അറിയാമല്ലോ ഒട്ടേറെ ബുദ്ധിയുള്ള ജീവികളെ കുറിച്ച് നമുക്കറിയാം. എങ്കിലും നമ്മൾ പറയുമ്പോൾ എന്താണ്? അത് മനുഷ്യൻ്റെ ഒരു മോണോപോളിയാണ്. അതുകൊണ്ടാണ്, ചിന്തിക്കാനുള്ള ശേഷി ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ മറ്റെല്ലാ ജീവികളെക്കാട്ടിലും ഉന്നതനായത് എന്നൊക്കെ നമ്മൾ പറയും. എന്തായാലും അത് വേദങ്ങളനുസരിച്ച് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ ഒരു മോണോപോളിയാണ്. ഈ ഒരു വേദാന്ത അല്ലെങ്കിൽ വേദാന്തമല്ല വിജ്ഞാനമയം എന്ന് പറയുന്നത് നമ്മൾ പറയും. അപ്പോൾ ആർട്സ്, അതുപോലെ തന്നെ ഫിലോസഫിയും റിലീജിയനും ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാൻ കാരണം മനുഷ്യൻ്റെ ഈ ഒരു ചിന്താശേഷിയാണ്, വിജ്ഞാനമയമാണെന്ന് പറയും. ഇനി ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? ഉപനിഷത്ത് അനുസരിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും അവസാനം എന്താണ്? ബ്രഹ്മനിൽ ലയിക്കുക. അപ്പം അതിന് ആനന്ദമയ അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് ബ്ലിസ് അല്ലെങ്കിൽ ഒരു അങ്ങേയറ്റം റിയാലിറ്റിയിൽ പോയി ലയിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആ ഒരു ഹൈറാർക്കി നോക്കിയാൽ എല്ലാത്തിൻ്റെയും ബേസ് കണികകളാണ്. അതേതാണ്? അന്നമയ. പിന്നെ അതിൽ നിന്നും ജീവനാണ് പ്രാണമയ. പിന്നെ മനുഷ്യനെ ചിന്തിക്കും മുമ്പ് എന്താണ്? മനുഷ്യന് വികാരങ്ങളുണ്ട്, ഒരു മെൻ്റൽ കോൺഷ്യസ്നെസ് ഉണ്ട്, അതാണ് മനോമയ. അത് മറ്റു ജീവികളുണ്ടെന്ന് പറയുന്നു. പിന്നെന്താണ്? മനുഷ്യന് മറ്റു ജീവികളെക്കാൾ ബുദ്ധിയുണ്ടെന്ന് പറയും. അപ്പോൾ അത് എന്താണ്? വിജ്ഞാനമയ. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ അങ്ങനെ അല്ലാന്ന് നമുക്കറിയെങ്കിൽ നമുക്ക് ഇവർ പറയുന്ന പോലെ, വേദത്തിൽ പറയുന്ന പോലെ തന്നെ പഠിക്കാം. ലാസ്റ്റ് അറ്റ്മോസ്റ്റ് റിയാലിറ്റിയിലെത്തുന്നു, ബ്ലിസ്സിലെത്തുന്നു, ആനന്ദമയ. ഈ അറ്റ്മോസ്റ്റ് റിയാലിറ്റി അല്ലെ ആനന്ദമയ എന്ന് പറയുമ്പോൾ അബ്സൊല്യൂട്ട് എന്ന് പറയും, അല്ലെങ്കിൽ പ്യുവർ, ഏറ്റവും എന്താ പറയുക, ഏറ്റവും പ്യുവറായിട്ടുള്ളതിൽ പരബ്രഹ്മത്തിൽ എത്തുന്നു എന്നാണ്. കുറച്ചുകൂടി ഒരു വേദാന്ത അല്ലെ ഒരു വേദിക് ടേംസിലോട്ട് നോക്കിയാൽ അതിനെ സച്ചിദാനന്ദ എന്ന് പറയും. അതും നമുക്ക് പഠിക്കാൻ പ്രയാസമൊന്നുമില്ല. സച്ചിത് ആനന്ദ. സത് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രൂത്താണ്, ചിത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? ജ്ഞാനം അല്ലെ ചിന്തിക്കുക, നോളേജ് എന്ന് പറയാം. ആനന്ദം എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലിസ് അല്ലെങ്കിൽ എന്താ സൗഖ്യം, അറ്റ്മോസ്റ്റ് സുഖത്തിൽ, പരമാനന്ദത്തിൽ എന്ന് പറയത്തില്ലേ നമ്മൾ, പരമാനന്ദം, അത് തന്നെയാണ് യഥാർത്ഥ വാക്ക്. അതാണ് സച്ചിദാനന്ദം എന്നാണ് അറ്റ്മോസ്റ്റ് ഈ ഒരു ബ്ലിസ്സിനെ നമ്മൾ പറയുന്നത്. സത്യം, ശിവം, സുന്ദരം എന്ന് വേണേൽ നമ്മളുടെ ഭാഷയിൽ, നമ്മൾ കേട്ടിട്ടുള്ളൊരു ഭാഷയിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് സത്യം, ശിവം, സുന്ദരം എന്ന് വേണേൽ നമുക്ക് പറയാം. അപ്പോൾ ഒരേ നാണയത്തിൻ്റെ തന്നെ രണ്ടു വശങ്ങളാണ് ഉപനിഷത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പറയുന്ന ഈ ആത്മനും ബ്രഹ്മനും. അതായത് പരമാനന്ദത്തിൽ എത്തിക്കുന്ന ആ ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ആത്മനും ബ്രഹ്മനും. അപ്പം ഇത്രയുമാണ്, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഉപനിഷത്തിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വലിയ ബോറൊന്നുമില്ലാതെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റിലൂടെ അത് പറയുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് കുട്ടികൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്കും കൂടുതൽ ക്ലാസ്സുകൾ എടുക്കാൻ വളരെ സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് BEdൻ്റെ മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരാൻ എനിക്കതൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. എനിക്കതൊരു പ്രോത്സാഹനം കൂടിയായിരിക്കും. ഇനി നമ്മുടെ പ്രധാന ഭാഗത്തിലോട്ട് വരാം, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഉപനിഷത്ത്. ഇപ്പം ഇത്രയും പഠിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായല്ലോ, അറിവ് നേടുക, പരമാനന്ദത്തിൽ എത്തുക, ജ്ഞാനം നേടുക, അഹങ്കാരം മാറ്റുക, ഇതൊക്കെ തന്നെയാണ് ഉപനിഷത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ. എന്നിരുന്നാൽ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പം അത്യാവശ്യം പോയിന്റുകളായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പം എല്ലാ വ്യക്തികളിലും ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഉണ്ടെന്നാണ് ഉപനിഷത്ത് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ആത്മനും ബ്രഹ്മനും നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഉണ്ട്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉപനിഷത്ത് പറയുന്നത്, ഒരു മ്യൂച്വൽ എസ്റ്റീം എപ്പോഴും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഇടയിൽ ഉണ്ടാകണം. അപ്പം നിങ്ങളെപ്പോലുള്ള അധ്യാപക വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണത്. അതായത് ഒരു വിദ്യാർത്ഥികൾ അധ്യാപകരെ ബഹുമാനിച്ചാൽ മാത്രം പോരാ, മറിച്ച് നമ്മൾ അവർക്കൊരു പരിഗണന കൂടി കൊടുക്കുക. അവരെ ഒരു വ്യക്തിയായി കണ്ട് അവരുടെ ആശയങ്ങൾക്കും അവരുടെ ചിന്തകൾക്കും നമ്മളുടെ വാല്യൂ കൊടുത്തത് വളർത്തിക്കൊണ്ടുവരിക. നല്ല ആശയങ്ങളെ, മോശമെന്നുള്ളതല്ല, അവരെ അനാവശ്യമായി ശാസിക്കാതെ അവരുടെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കി, കഴിവുകൾ മനസ്സിലാക്കി അവരെയും നമ്മൾ ഒരു പരിഗണിച്ചുകൊണ്ട്, അവർ നമ്മളെ ബഹുമാനിക്കുമ്പോൾ തിരിച്ചവരെയും നമ്മൾ പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപികയ്ക്ക് മാത്രം കഴിയുന്ന ഒന്നാണ്. അത് ഉപനിഷത്തിൽ എടുത്ത് പറയുന്നുണ്ട്. അതായത് മ്യൂച്വൽ എസ്റ്റീം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി മൂന്നാമത്തെ കാര്യം ഈ ഒരു ഉപനിഷത്ത് പറയുന്നത്, അവിടെ എപ്പോഴും ഒരു ഡിറ്റാച്ച്മെൻറ്റ്, അതായത് അഹങ്കാരം മാറ്റുക എന്നുള്ളത്, അതായത് നമ്മുടെ ഒരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് മാറ്റി ഒരു സെൽഫ്ലെസ് അപ്രോച്ചിലോട്ട് വരണം എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അതായത് ഉപനിഷത്ത് അനുസരിച്ചിട്ട് അവിടെ അധ്യാപനം എന്ന് പറയുമ്പോൾ ഒരു ലോങ് കോഴ്സ് എന്ന് നമുക്കറിയാം, 3 ആശ്രമം അല്ലെ ഡിസിപ്ലിനറി സ്റ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്. ബ്രഹ്മചാര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ബ്രഹ്മചാരി ആയിരിക്കുന്ന ഒരു അവസ്ഥ, പിന്നെ ഒരു കുടുംബവുമായി ഗൃഹസ്ഥാശ്രമം, അവസാനം വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. അത് ട്രെയിനിങ്. ഈ ഒരു ട്രെയിനിങ് എല്ലാം എങ്ങോട്ടാണ്? അവസാനം സന്യാസം, അതുവഴി അൾട്ടിമേറ്റ് റിയാലിറ്റിയിലോട്ട് എത്തിക്കുന്നു. അപ്പം അതാണ് മൂന്നാമത്തെ കാര്യം, അഹങ്കാരം മാറ്റുക. ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതം എടുത്താൽ അവരുടെ ട്രെയിനിങ് എന്ന് പറയുമ്പം ബ്രഹ്മചാര്യമുണ്ട്, പിന്നെന്താണ് ഗൃഹസ്ഥാശ്രമം, പിന്നെ വാനപ്രസ്ഥം. അതിനുശേഷം അവർ ആ ട്രെയിനിങ്ങിലൂടെ സന്യാസത്ത് വഴി അവർ സത്യത്തെ തേടിയാണ് പോകുന്നത്, റിയാലിറ്റിയിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി പിന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനാണ് നാലാമത്തെ, ജ്ഞാനത്തിൻ്റെ അക്വിസിഷൻ. അതായത് അറ്റ്മോസ്റ്റ് ജ്ഞാനം നേടുക. അറ്റ്മോസ്റ്റ് ജ്ഞാനം നേടുക എന്ന് പറയുമ്പം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജ്ഞാനത്തെക്കുറിച്ചുമുള്ള അറിവ് നേടുന്ന ഒരു വ്യക്തിയാണ് ഉപനിഷത്ത് അനുസരിച്ചിട്ട് അഹങ്കാരം എല്ലാം കളഞ്ഞ് അറ്റ്മോസ്റ്റ് ജ്ഞാനത്തിൽ എത്തുന്നത്. അപ്പം നല്ല നോളേജ്, അതായത് റൈറ്റ് നോളേജിലോട്ട് എത്തിച്ചേരുക. അങ്ങനെ റൈറ്റ് നോളേജിലോട്ട് എത്തിച്ചേരുന്ന ഒരു വ്യക്തിക്കാണ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ലൗകിക സുഖങ്ങളിൽ നിന്നുമുള്ള ഒരു വേർപെടൽ. നമ്മൾ മറ്റ് ലൗകിക സുഖങ്ങളെല്ലാം തന്നെ വെടിഞ്ഞ് സന്യാസത്തിൽ പോകുന്ന വ്യക്തികൾ അവസാനം ജ്ഞാനം നേടുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് ലൗകിക സുഖങ്ങൾ വേണ്ടെന്നല്ല, അതിനെല്ലാം അവസരം അവരുടെ ജീവിതത്തിലുണ്ട്. ബ്രഹ്മചര്യം കഴിഞ്ഞു, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു, വാനപ്രസ്ഥം കഴിഞ്ഞാണ് അവർ സന്യാസത്തിലോട്ട് പോയിട്ട് ഡിറ്റാച്ച്മെൻറ്റിലൂടെ അവർ അൾട്ടിമേറ്റ് നോളേജ് നേടി ഡിറ്റാച്ച്മെൻ്റായിട്ട് അവർ പരമാനന്ദത്തിൽ ലയിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ശ്രവണ മനന നിധിധ്യാസന എന്നാണ് ഉപനിഷത്ത് വഴിയുള്ള പഠനത്തെക്കുറിച്ച് പറയുന്നത്. ശ്രവണ എന്താണ്? കേട്ട് പഠിക്കുക, ശ്രവിക്കുക എന്ന് പറയും, കേട്ട് പഠിക്കുക. മനനം ചെയ്യുക, മനസ്സിലാക്കുക. നിധിധ്യാസന എന്ന് പറയുന്നത് എന്താണ്? കോണ്ടംപ്ലേഷനാണ്. അതായത് ഈ അറിഞ്ഞതും കേട്ടും മനസ്സാ പഠിച്ചതും നമ്മൾ എന്താണെന്നത് തിരിച്ചറിയാൻ ശ്രമിക്കുക. ചുമ്മാ കാണാപ്പാടെ പഠിക്കുകയല്ല. ഇപ്പം ഈ പറയുന്ന BEdന് നിങ്ങൾക്ക് ഉപനിഷത്ത് പഠിക്കാനുണ്ടെങ്കിൽ
എന്തുകൊണ്ടാണ് എനിക്ക് ഉപനിഷത്ത് പഠിക്കാനുണ്ടായത്, എന്താണ് അതിൻ്റെ കാരണം, അത് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം, ഞാൻ എന്തെങ്കിലും നേടുന്നുണ്ടോ, അല്ലെ എന്താണ് ഉദ്ദേശിച്ചത്? ഏറ്റവും നിസ്സാരം, നിങ്ങൾക്ക് ഇത്രയേറെ പുരാതനമായിട്ടുള്ളൊരു കാര്യം നിലനിന്നു എന്ന് പറയുമ്പോൾ തന്നെ, അത് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു സന്തോഷം, അല്ലെങ്കിൽ സന്തോഷമല്ല, ഒരു ആശ്ചര്യമോ എന്തൊക്കെയോ തോന്നാം. കാരണം എന്താണ്, അത്രയും പണ്ട് തന്നെ എൻ്റെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ, ഈ ലോകത്ത് അങ്ങനെയുള്ള അറിവ് നിലനിന്നിരുന്നു, അവരത്രയും അറിവ് നേടിയിരുന്നു. അപ്പം എന്താണ് ഈ കാലത്തിൽ, അപ്പം ഇതിനേക്കാൾ കൂടുതൽ അറിവും കാര്യങ്ങളും ഞാൻ നേടണം. അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, മെഡിറ്റേഷനിലൂടെ അതെന്താണെന്ന് മനസ്സിലാക്കുക. എന്ത് കാര്യം നമ്മൾ പഠിച്ചോട്ടെ, അതിൻ്റെ ഒരു സത്ത, എസൻസ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അതാണ് നിധിധ്യാസന എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു സംശയം, ടീച്ചർ ഒരു 3 സ്റ്റേജ് എന്നാണല്ലോ പറഞ്ഞത്, അതായത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം. അപ്പം 4ാമത്തെ സ്റ്റേജും അതല്ലേ നമ്മൾ പറഞ്ഞത്, സന്യാസത്തെക്കുറിച്ച് പറഞ്ഞു. ശരി, ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ ക്ഷമിക്കുക, നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കാണുമെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ ഒരു 4 സ്റ്റേജുകളുണ്ടെന്ന് ഈ ഒരു ഉപനിഷത്ത് വഴി പറയുന്നത് കൂടാതെ 4 കോൺസെപ്റ്റുകൾ അല്ലെ ഐഡിയൽസും കൂടി നമ്മളുടെ ആ ഒരു സമയത്ത് ഉപനിഷത്തുകൾ പറയുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ എന്ന് പറയും. അപ്പം എന്താണ് ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്, ധർമ്മം അനുസരിച്ച് ജീവിക്കുക, റൈറ്റിയസ് ആയിട്ട് ജീവിക്കുക, ശരിയായ രീതിയിൽ. അർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് വെൽത്ത് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. കാമ എന്ന് പറയുമ്പം ലൗകിക സുഖങ്ങളെല്ലാം തന്നെ എൻജോയ് ചെയ്യുക. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറയുന്നില്ല ഉപനിഷത്ത്, അതിനെല്ലാം തന്നെയുള്ള സ്റ്റേജുകളുണ്ട് ജീവിതത്തിൽ. പിന്നെ മോക്ഷ എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈനലി എല്ലാം കഴിഞ്ഞ് എന്താണ്, സത്യത്തിൽ, പരമമായ സത്യത്തിൽ പോയി ലയിക്കുക. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 4 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. ബ്രഹ്മചര്യമുണ്ട്, പിന്നെന്താണ്, ഗൃഹസ്ഥാശ്രമമുണ്ട്, വാനപ്രസ്ഥമുണ്ട്, സന്യാസമുണ്ട്. അപ്പം ഈ 4 സ്റ്റേജുകളിലും അവർക്ക് ഉൾക്കൊള്ളേണ്ട 4 ഐഡിയൽസാണ് ഇത്. ധർമ്മം, റൈറ്റിയസ് ആയിട്ട് ത്രൂ ഔട്ട് ജീവിക്കുക. പിന്നെന്താണ്, അർത്ഥവും കാമവും, വെൽത്ത് നേടുക, ലൗകിക സുഖങ്ങൾ ആവോളം അനുഭവിക്കുക, തൊഴിൽ ചെയ്യുക. അതെല്ലാം തന്നെ ഈ ഒരു എന്താ പറയുക, ഗൃഹസ്ഥാശ്രമമൊക്കെയുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. പിന്നെ വാനപ്രസ്ഥമുണ്ട്, പിന്നെ അതിന് ശേഷം എന്താണ്, മോക്ഷമാണ്, അൾട്ടിമേറ്റ് ഡിറ്റാച്ച്മെൻ്റ് ആകുക. അൾട്ടിമേറ്റ് റിയാലിറ്റി നേടിക്കഴിയുമ്പം മറ്റ് ലൗകിക സുഖങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്മെൻ്റ് ആയിട്ട് അവർ മോക്ഷം നേടുന്നു. ഇതാണ് 4 ഐഡിയൽസ്. ഇനി അവസാനത്തെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പം, നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല ഉപനിഷത്തുകളല്ലേ വേദങ്ങൾ പറയുന്ന പഠനം എന്ന് പറയുമ്പം എപ്പോഴും സ്പിരിച്വൽ മാത്രമാണ്, സ്പിരിച്വൽ പെർഫെക്ഷൻ മാത്രമാണെന്ന് ഒരിക്കലും അല്ല. കാരണം നമ്മൾ ഇത്രയും നേരം പഠിച്ചത് നിങ്ങൾക്ക് ഉൾക്കൊണ്ട് കാണുമായിരിക്കും. അവിടെ ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥവും ലൗകിക സുഖങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ ഇത്രയും കാലം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് എന്തായിരിക്കാം, അതെപ്പോഴും എന്താ പറയുക, ഈശ്വരനിലേക്കോ സ്പിരിച്വാലിറ്റി മാത്രമാണെന്നായിരിക്കും. ഒരിക്കലും അല്ല. ഇതിനോടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അത് അവരുടെ 6ാമത്തെ പോയിന്റായിട്ട് അവർ എടുത്ത് പറയുന്നുണ്ട്. സ്പിരിച്വൽ പെർഫെക്ഷൻ മാത്രമല്ല, സെക്യുലർ സ്റ്റഡീസും ആവശ്യമാണ് സക്സസ്ഫുൾ ലൈഫിനെന്ന് ആര് പറയുന്നുണ്ട്, ഈ ഒരു ഉപനിഷത്തുകളുടെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനിലുണ്ട്. അതായത് മാത്തമാറ്റിക്സ്, അസ്ട്രോണമി, മെഡിസിൻ, പൊളിറ്റിക്സ്, പെയിൻറ്റിങ്, സ്കൾപ്ചർ, അങ്ങനെ ഇതെല്ലാം തന്നെ അവരുടെ ഗൃഹസ്ഥാശ്രമ കാലഘട്ടത്തിൽ ഇതിലെല്ലാം തന്നെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഉപനിഷത്തിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. അപ്പം ക്ലാസ് എല്ലാവർക്കും നന്നായി വ്യക്തമായും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.